ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. സോ എല്ലാവരെയും നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ ആദ്യം തന്നെ അഡ്വാൻസ് ഈദ് മുബാരക്. ഞാൻ പെരുന്നാളിന് ഒരു 2 ദിവസം മുന്നെയാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എനിക്കറിയാം, നിയർലി ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ വല്ലാണ്ട് സൈഡായി പോയി. സൗണ്ട് പോയി ഫുള്ളായിട്ട് പോയിരുന്നു സൗണ്ട്. എനിക്കൊരു 2 months കൂടുതലായി ഈ ചുമയും. ഇപ്പോഴത്തെ ഒരു വൈറസ് ഉണ്ടല്ലോ എല്ലാവർക്കും ഉള്ള, അപ്പോൾ അതെനിക്ക് വന്നിരുന്നു. പിന്നെ സൗണ്ട് ഫുള്ളായിട്ട് പോയി. ഇടയ്ക്ക് ഇപ്പോൾ സൗണ്ട് റെഡിയായി, പക്ഷേ ഇപ്പോഴും പാട്ട് പാടാൻ റെഡിയായിട്ടില്ല. ഇപ്പോഴും ഞാൻ മരുന്ന് എടുക്കുന്നുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു വൈറസാണ് എനിക്ക് പിടിപെട്ടത്. ഇപ്പോഴും ഞാനതൊന്ന് ഹീലായിട്ടില്ല. പിന്നെ എന്നെ തിരക്കുന്നുണ്ട് കുറേ ആൾക്കാർ, ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജൊക്കെ. എനിക്ക് ഒരുപാട് വരുന്നില്ലെങ്കിലും ഒരു 20 പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം നോക്കും. ഞാൻ കുറച്ചൊന്ന് ഡിറ്റാച്ചായി നിൽക്കുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, യൂട്യൂബിൽ നിന്നൊക്കെ. പക്ഷെ ഞാൻ എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്കൊന്നും ഇടാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. വ്ളോഗും ഒന്നും എടുക്കാനൊന്നും സൗണ്ട് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ സൗണ്ട് പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും സൗണ്ടില്ലായിരുന്നു. ഏറ്റവും വലിയ വിഷമമുള്ള കാര്യമാണ് പാട്ട് പാടാൻ പറ്റാത്തത്. കാരണം ഞാനത് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരുപാട് പ്രോഗ്രാം, ഒരു 2-3 പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്തു. ഈ മാസം വരാനിരുന്നൊന്നും ക്യാൻസൽ ചെയ്തു. കാരണം ഇപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല. റെഡി ആവാണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ. ഞാനിപ്പം ഇന്ന് കണ്ണൂരാണ്. കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. നോമ്പ് തീരാനായി എന്നറിയാം. ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ചെറിയ നോമ്പ് പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സൗണ്ട് പോവാം. ഇന്ന് ഇവിടുത്തെ ഒരു ചെറിയ നോമ്പ് പറയും. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിൽ. അതും കൂടെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഒരു നോമ്പ് തീരുന്നതിന് മുന്നേ ഒരു വ്ളോഗെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മാൻ്റെ ഒപ്പം, ഉമ്മ ഇന്ന് കുറേ മെനുവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തൊക്കെയാണ് ഫുഡെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. എല്ലാവരും ക്ഷമിക്കുക, സൗണ്ട് റെഡി ആവാത്തതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും ഞാൻ വ്ളോഗ് എടുക്കുന്നു. വിച്ച് ഈസ് ഓൾ ഫോർ യു. എന്നെ തിരക്കുന്ന 10ഓളം വരുന്ന എൻ്റെ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പം നമുക്ക് പോയിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. പോയ ദിവസം എനിക്ക് സൗണ്ട് കുഴപ്പമില്ലായിരുന്നു. 2-3 ദിവസം ഒന്ന് ഭേദമായി വന്നതാണ്. അപ്പോഴാണ് ഞാൻ അതിന് പോയത്. പക്ഷെ അതിന് പോയിട്ട് പിറ്റേന്ന് വന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ്ലി വീണ്ടും പോയി. പിന്നെ ഞാൻ വീണ്ടും കിടപ്പായി. അപ്പോൾ ഇടയ്ക്ക് കുറേ പേര് ചോദിച്ചു, ഇടയ്ക്ക് അനുവിൻ്റെ വ്ളോഗിലൊന്ന് വന്ന് പോയി പിന്നെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് സംഭവം. വന്നിട്ട് വീണ്ടും സൗണ്ട് പോയി, അപ്പോൾ വീണ്ടും കിടപ്പായി. നമുക്ക് നല്ല വ്ളോഗിലേക്ക് പോവാം, കുക്കിംഗ് വ്ളോഗിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉന്നക്കായാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ കടികൾ, 2-3-4 കടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലാദ്യം ഉന്നക്കായ്ക്കുമ്പോൾ നേരത്തെ കുഴച്ചൊക്കെ മാറ്റി വെച്ചിരുന്നു. നേരത്തെ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കാൻ അറിയണ്ടാവും എല്ലാവർക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് അറിയണ്ടാവില്ല. നമ്മളവിടെ ഒന്നും അധികം ഉന്നക്കായ ഉണ്ടാക്കില്ല. വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ പഴം പുഴുങ്ങി അരച്ച് ഇങ്ങനെ ഇടിച്ച് അരയ്ക്കും വയ്യ. പക്ഷെ ഉമ്മന്ന് കുഴക്കുവാണല്ലോ ഇത്. അമ്മീരല്ലേ? അമ്മിയുണ്ടെങ്കിൽ അമ്മി, അല്ലെങ്കിൽ ചെറിയ സ്പൂൺ ഇട്ട് ഉടക്കുക. ഉടച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് വരുവാക്കുക. പേസ്റ്റ് വരുമോ? നന്നാക്ക്, നേരിങ്ങനെ ആക്ക്, ലൈറ്റായിട്ട് ഇങ്ങനെ പരത്തിയിട്ടാ? ഇത്രയും പരത്തണോ? എന്നിട്ട് ഇത് ഉള്ളിൽ വെക്കല്ലേ? നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അതിലാദ്യത്തെ സാധനമാണ് ഉന്നക്കായ. ഇത് ഞാൻ സമൂസയ്ക്ക് ആക്കുന്നല്ല, മറ്റേ പിടിയാക്കുന്ന പോലെ മടക്കിയതോ? ഇങ്ങനല്ലേ? ഓ, ഇങ്ങനല്ലേ?
ഞാൻ ഇതിന് മുന്നേ കുഴച്ചിട്ടില്ല. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് തേങ്ങയും പഞ്ചാരിയും മിക്സാക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തീയിൽ വെച്ചിട്ട് കുറച്ച് വറക്കുക. ഇങ്ങനെ കൊണ്ടായി വരുന്ന പരുവം വരെ ആക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് മുന്തിരിങ്ങയും RKG മിക്സാക്കിയിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഈ ഇതില് പഴം മാത്രമല്ലേ ഉള്ളൂ? ഇത് പഴം മാത്രം. ഇതൊക്കെ പിന്നീട് എനിക്കും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അറിയുന്നവരുണ്ടാവും, അറിയുന്നവർ കേൾക്കണ്ട, അറിയാത്തവർക്ക് കേട്ടോളൂ. വലുതായി അല്ല ചെറുതന്നെ, പണ്ടം കുറവാ. ഉള്ളിലത്തെയാ? നല്ലോണം പരത്ത് നേർങ്ങനെ. അങ്ങനെ ഉരുട്ടി വെക്കുക. ഇത്രയും പരത്തി മതിയോ? എന്നിട്ട് നേരിട്ട് പൊരിക്കും. ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുന്നല്ലോ. ഇങ്ങനെ അമർത്തും. അതില്ല ഇങ്ങനെ അമർത്തും. അതിൽ വെച്ചങ്ങ് അമർത്തും. എന്നാൽ അവിടെ നിൽക്കും. ഇതൊക്കെ ആരായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഞാൻ എപ്പോഴും ആലോചിക്കും. അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്നേ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടായിരിക്കുമല്ലോ. കുറച്ച് നെയ്യ് വരട്ടെ. ഇങ്ങനെ നെയ്യാക്കണം. കൈമേൽ നെയ്യ് വരട്ടണം ആദ്യം. കയ്യിൽ ആദ്യം നെയ്യ് വരട്ടണം അല്ലേ? ഇങ്ങനെയാക്കിയ ഷേപ്പായി വരും. തന്നെ എന്തൊരു വണ്ണ. ഏതാ? അത്ര വലുതാവൂല. ഇത്രയും എടുക്കാവൂ. ഇല്ല അതിലാക്കല്ല. ഇനി പുറത്ത് വരില്ല. ഇനി ഇപ്പുറം ആക്കാം. അയ്യോ, ഈ കേട്ടു അവരെ കുട്ടികളിലില്ലേ ഒരു ചിക്കൻ ചില്ലി പോളയാക്കിയാൽ. ചിക്കൻ ചില്ലി പോളയാ എങ്ങനെയാ? എനിക്കറിയില്ല. 3 കടിയുടെ കൂടെ ഒരു കടിയും കൂടെ കൂടി ചിക്കൻ ചില്ലി പോള. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. ഒരു കടി ഇസ് ഡൺ. ഉന്നക്കായ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാക്കാൻ അറിയുന്നവർ ഒന്നുകൂടെ കണ്ടോളൂ, നല്ലതല്ലേ. നമ്മളവിടെ ഇതൊന്നും നമ്മൾ ഉന്നക്കായൊന്നും വീട്ടിലുണ്ടാക്കലില്ല. ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ ന്യൂ എക്സ്പീരിയൻസ് ആണ്. സ്ഥിരമായിട്ട് ഉണ്ടാക്കണവർ കാണുമ്പോൾ വിചാരിക്കും ഇവർക്ക് ഉന്നക്കായ പോലും ഉണ്ടാകാൻ അറിയില്ല. ഉന്നക്കായ പോലും എന്ന് പറയാൻ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിലങ്ങനെ ഉണ്ടാക്കലുണ്ടവരുണ്ടാവും, പക്ഷേ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കലില്ല. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കും, ബട്ട് ഇങ്ങനത്തത് അങ്ങനെ ഉണ്ടാക്കി ശീലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ഫോർ മീ ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഫോർ മീ ഇറ്റ്സ് എ ന്യൂ തിങ്. പക്ഷേ സ്ഥിരം ഉണ്ടാക്കുന്നവർക്ക് ഐ നോ ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. ആദ്യമായിട്ട് ഞാൻ ചെയ്തെങ്കിലും ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി. സോ ഞാൻ നിങ്ങളോട് കുറച്ച് വിശേഷം പറയാൻ മറന്നുപോയി. അതായത് ഞാൻ നാളെ, സത്യം പറഞ്ഞാൽ 18, ഇന്ന് 17ആണ്, നാളെ ഞാൻ ദുബായി പോകേണ്ടതാണ്. ഐ ഹാഡ് എ ലോഡ് ഓഫ് പ്ലാൻസ്. ഈ പെരുന്നാൾ ടൈമിലേക്ക് ദുബായി പോകണം. ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും കൂടി ദുബായി പോകാൻ നിന്നതാണ്. ഞാൻ അജുവിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വോർ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ പ്ലാൻ മുടങ്ങി. ആ പ്ലാൻ ചെയ്ത് വെച്ചതൊക്കെ മുടങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടില്ല. അതാണ് മോറൽ ഓഫ് ദി സ്റ്റോറി. ഉന്നക്കായ റെഡി. ഇതിലെന്തെല്ലാം ഇട്ട പറയുമോ?
ആ മുളക് പൊടിയും ഉപ്പ് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുളക് പൊടി ഉപ്പും. എന്തല്ലേ ഇത്? തൈരും ഗരം മസാലയും വെളുത്തുള്ളി അല്ലിയും മിക്സിയിലിട്ടടി. ഇത് മാത്രമേ ഉള്ളൂ. ആ സോ നമ്മൾ ഇപ്പം എല്ലാം കൂടെ മിക്സായി പോവുകയാണ്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ സാധനങ്ങളാണ് ഒരേ സമയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി അരിഞ്ഞ ചിക്കൻ ഇപ്പം പറഞ്ഞ കൂട്ട് ഇതിൽ പുരട്ടുക. ഇതെന്തുണ്ടാക്കാനായിരുന്നു? ബ്രെഡ് ഷവർമ. നമ്മളവിടെ വേറെ നേരത്തെ ഞാൻ കാണിച്ച സാധനം ചിക്കൻ പോള ആൻഡ് ബ്രെഡ് ഷവർമ നമ്മൾ സൈമൾട്ടേനിയസ്ലി ഉണ്ടാക്കണം. ഏതാ? ചിക്കൻ ചില്ലി പോള. അപ്പോൾ ഇതിനുള്ള മസാലയ്ക്കുള്ളത് അരമണിക്കൂർ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് പൊത്തി വെക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒന്നും ചിലപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ബേസിക്കലി ഇത് എനിക്ക് കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് പിന്നീട് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ നോക്കി ഉണ്ടാക്കാമല്ലോ. ഈ ക്യാരറ്റ് ഏതിലിടാനാ? ബ്രെഡ് ഷവർമയ്ക്കാ? ക്യാരറ്റ് പോളയ്ക്കാ? ഇതെല്ലാം ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ഉണ്ടാക്കുവാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്നല്ല അല്ലേ? ഇനി നമ്മൾ ക്യാരറ്റ് പോളയ്ക്കുള്ള ക്യാരറ്റാണ് അരിയുന്നത്. അല്ല, ക്യാരറ്റ് പോളയ്ക്കുള്ള ക്യാരറ്റാന്ന് പറയുന്നത്. ഫാസ്റ്റിന് ഉണ്ടാക്കണം. ഇതെന്നാ? ആൻഡ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത്. നോ, ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം ബേസിക്കലി ഞാനങ്ങനെ കുക്കിംഗ് എക്സ്പെർട്ടൊന്നും അല്ല. ഇന്ന് പിന്നെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായി കയറിയതാണ്. 4 പീസസ് ആയിട്ട് മുറിച്ച് ഇതിലേക്കിടുക. പൊളി. പൊള്ളല് വരും. ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ മുട്ട 3 മുട്ട 3 മുട്ടാസ്. You take 3 മുട്ടാസ് and അടിച്ച് പൊട്ടിക്കൽ and ഒഴിക്കൽ. Later you put some pansara and kadwara. 1 സ്പൂൺ പഞ്ചസാര. 1 2 3 4 5 6 വണ്ണുള്ള സ്പൂണാണെങ്കിൽ 3 സ്പൂൺ മതി, ഇല്ലെങ്കിൽ 6 സ്പൂൺ. ആൻഡ് ബീറ്റ് ചെയ്യുക. ഞാൻ ചോദിച്ചാണ് ചെയ്യുന്നത് ഗസ്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് പ്രൊമോഷൻ കിട്ടി. വരികയാകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കുറേ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബ്രെഡ് ഷവർമയ്ക്കാന്ന് തോന്നി, ഞാൻ നേരത്തെ കാണിച്ചു തന്നീനു. ഇത് അതിനുള്ള മസാലയാണ്. ഇത് വേറെ എന്തോ ഒരു കടി ഉണ്ടാക്കാനുള്ളതാണ്. ചില്ലി ചിക്കൻ പോള അതിനുള്ളതാണ് ഇത്. ഇവിടെ ഇതാ കാട ഫ്രൈക്കുള്ള കാട കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ സംതിങ്. ഇത് നൂൽപുട്ട് ബിരിയാണിക്കുള്ളത്. പ്രോൺസ്
ഫ്രൈയോ റോസ്റ്റോ എന്താക്കാൻ വെച്ചിട്ടുണ്ട്. മട്ടൻ കപ്സൊക്കെയുള്ള മസാല വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മളെ മട്ടൻ കുറുമ റെഡി ആവുന്നുണ്ട്. അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ വളരെ പെട്ടെന്ന് എല്ലാം റെഡി ആവുന്നു. ഞാൻ എല്ലാത്തിനൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. കാരണം പല പല സാധനങ്ങൾ ഉണ്ടാക്കണോണ്ട് കഴിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇതൊരു കുക്കിംഗ് ചാനലായിട്ട് നിങ്ങൾ കാണരുത്. ആണ്ടിലൊരിക്കൽ അടുക്കളയിൽ കയറുന്ന ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഇതൊക്കെ. ഇതെന്നാ മൈദയാ? ഇത് കുറേ സാധനം സൈമൾട്ടേനിയസ്ലി ഉണ്ടാക്കുന്നുണ്ടേ എനിക്കിങ്ങോട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോസസ്സിങ് ടൈം എൻ്റെ ബ്രെയിനിനില്ല. ഇതാണ് ഗൈസ്, ഇത്ര മതി. ഇത് എന്നിട്ട് ഹലാസ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പ്രോ ആണെന്ന്. പക്ഷേ അല്ല, ഞാൻ ഓരോ സ്റ്റെപ്പും ചോദിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയുള്ളൂ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ പോള. ക്യാരറ്റ് പോളയ്ക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം ചില്ലി ചിക്കൻ പോള. നമ്മളെ ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്, ക്യാരറ്റ് പോള ഇവിടെ വേകുന്നുണ്ട്, അവിടെ കാട ഫ്രൈയും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ആക്കുന്നുണ്ട്. ഓ ബൈ ദ വേ, ഇതാ നമ്മുടെ കുറുമ, മട്ടൻ കുറുമ റെഡി ആയി കഴിഞ്ഞു. സോ നമ്മളെ മെയിൻ കോഴ്സിൽ മെയിൻ മട്ടൻ കുറുമയായിരുന്നു, അത് റെഡിയായി. ഇനി നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാനുണ്ട്, പത്തിരി ഉണ്ടാക്കാനുണ്ട്, നൂൽപുട്ട് ബിരിയാണി ഉണ്ടാക്കാനുണ്ട്, കപ്സ് ഉണ്ടാക്കാനുണ്ട്. ഇത് 4 മെയിൻ കോഴ്സിൽ ഉണ്ടാക്കാനുണ്ട്. അതിൽ ഒറോട്ടി, ഇവിടുത്തെ ഒറോട്ടി കുറച്ച് തടിയുള്ള ഒറോട്ടിയാണ്, അത് ഉമ്മ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ അരിപ്പത്തിരി ഉണ്ടല്ലോ, അത് ഉമ്മ അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മളവിടെ അരിപ്പത്തിരി ഉണ്ടാക്കും. ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉമ്മയുടെ കൂടെ നിന്ന് പരത്തി ചുടാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതെനിക്കറിയില്ല. ബട്ട് ഞാൻ ഫോണിൽ കൂടെ ഒക്കെ ഒന്ന് വിളിച്ചു വെച്ച് ട്രൈ ചെയ്യാൻ പോവുകയാണ്. പൊരിച്ച് വെച്ച ചിക്കൻ ഞാൻ മാറ്റി വെച്ചു. ഇത്രയും വറുത്താൽ മതി, ലൈക്ക് ഓവർ കുക്കാവണ്ട. ആൻഡ് അതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളിയിട്ടു. എടുക്കണോ? ഓ വൗ, അടിപൊളി, നല്ല മണം. പത്തിരിൻ്റെ ആക്കണ്ടേ? അയ്യോ, അതെനിക്ക് പേടിയാവുന്നു. പത്തിരി ആവുക? ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് പത്തിരി നൈസ്, ഒറോട്ടി തടിച്ചത്. പത്തിരി ആവത്തില്ല, എനിക്ക് പരത്താനും ചുടാനേ അറിയുള്ളൂ. ഞാൻ ഇതൊരു മാവാക്കിയിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോവാ. ഇങ്ങനെ എടുത്തു തരാം മാവ്, നോക്കട്ടെ. നമ്മളിങ്ങനെ മേടിച്ചോണ്ടാക്കലില്ല, ഇങ്ങനത്തെ മാവിനെ പത്തിരി മാത്രം ആക്കിയിട്ടില്ല. Let's cook patiri. Take 1 cup patiri pudi and uppu required. Mix the patiri pudi with boiling water. Mix. Let's make patiri. Oh no, it's not a promotion. Patiri. അതല്ല ഞാൻ പറഞ്ഞേ, ഇവിടെ ഒരു ഹോട്ടലിലെ മെനു ഉണ്ട്. ഇവിടെ ഹോട്ടലിൽ പോലും ഇപ്പൊ കൊടുക്കും. ഹോട്ടൽ അടവാ, ഗ്യാസില്ലായിട്ട്. നമുക്ക് ടേബിൾ നിറക്കണം. ഞാൻ ഒരു പരീക്ഷണം നടത്താൻ പോകും. വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് മാവിട്ട്. ഉമ്മ, തടീൻ്റെ കുഴലൊക്കെ ഉണ്ടോ? കുഴലല്ല, കമ്പ് പോലെ, വടി പോലെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ കുഴയ്ക്കാൻ, മാവ് കിണ്ടിയെടുക്കാൻ?
ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മി പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്നലെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മ എന്നോട് വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് വാ, നീ ഒന്ന് ഉണ്ടാക്കാൻ പഠിക്ക്, നിനക്ക് എപ്പോഴെങ്കിലും ഒറോട്ടി ഉണ്ടാക്കി കഴിച്ചു, ഒറോട്ടിയല്ല പത്തിരി ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടേ ഉള്ളൂ. കറക്റ്റ് ഇന്ന് ഉമ്മ എന്നോട് ചോദിച്ചു, അത് ഉണ്ടാക്കാൻ അറിയുമോ നിനക്ക്? ഇവിടെ നൈസ് പത്തിരി ഉണ്ടാക്കലില്ല. ഉമ്മ മറ്റേ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്, തടിയുള്ളത്. അപ്പോൾ ഞാൻ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ തന്നെ ഇനി ഇതിനെ എടുത്ത് പുറത്തിട്ടിട്ട് വെള്ളം ഒഴിച്ച് പെയ്യും. അറിയില്ല കേട്ടോ, ആവുമെന്ന്. അതിലേക്ക് എന്നെ ഒന്നും പറയരുത്. ഓ മൈ ഗോഡ്, ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിവും അമ്മ ഇങ്ങനെയൊക്കെ ആക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനെന്തോ കണ്ടൊരു ഇതിൽ അങ്ങ് ചെയ്യാം. എടുത്ത് പരത്തി നോക്കാം എന്നാൽ മാത്രമേ പറയാൻ പറ്റൂ ഇതായോ ഇല്ലയോ എന്നുള്ളത്. മാതാജി പ്രസ് കഹാ ഹേ? പ്രസ് ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ട് കഴിഞ്ഞ് ഇത് റെഡി ആയാൽ അതിനർത്ഥം നമ്മൾ ജയിച്ചു എന്നാണ്. പ്രസ് Oh my god! Wow! Ready? Ma? Ma? Iങ്ങ് വാ. നോക്ക്, കടയിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ഞാൻ. നീ അറിഞ്ഞോ? ഞാൻ പത്തിരി ചുട്ടു, നീ അറിഞ്ഞോ? ആ ഇല്ല, ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നേ. നൈസ് പത്തിരി. ആ കാണിച്ചു കൊടുക്ക്. കാണുന്നുണ്ടാ? I'm so proud of myself. Wow. അല്ല, സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മി ഞെട്ടു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ നൈസായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി. നൈസ് പേപ്പർ പോലത്തെ പത്തിരി കുറച്ച് പണിയുള്ള പണിയാണ്. ഞാൻ ചുട്ട പത്തിരി എന്ത് ഭംഗി. ഞാനാക്കിയ ക്യാരറ്റോളം ഇത് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ കാണാം എങ്ങനെയുണ്ട്. ഓ വൗ, ഒറോട്ടിന്റെ മാവുമ്മ എപ്പോഴാക്കിയേ? ഇതെന്നാ നൂൽപുട്ടി ചിക്കൻ മസാലയാ? ഇതെന്താ ഒറോട്ടി? ഇതെന്ത് പേസ്റ്റ്? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ ഇത് മയോണൈസ് അല്ലല്ലോ. ഇതെന്നാ? മൈദയും വെള്ളവുമാ? കുറച്ച് കട്ടിയിൽ കൊട്ടാക്കുക, കട്ടിയിൽ കലക്കുക. ഇങ്ങനെ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാവരും ശരിയാ, എനിക്കുള്ളൂ അറിയാത്ത. എനിക്കുള്ളൂ അറിയാതെ.
ആടേനെ കെട്ടി വെക്കല ഇതും കൂടെ ഇത് ഇത്രയും പോരെ? നമ്മൾ ഇത്രയും വരില്ലേ? വേണ്ട കൈ ജ്യൂസ് പക്ഷെ അത് ഇതില് എല്ലാം കാണുന്നുണ്ട് പോക പോന്ന കാണുന്നുണ്ട്. ഇനി പൊന്തിക്കണ്ട. എടുത്തോ, ഞാൻ പറഞ്ഞില്ലേ എന്നെ വെയിറ്റ് ചെയ്യാൻ. ഇതിട്ടാ പോരെ? നമുക്കിത് കാണുമ്പോൾ എന്താ ഓർമ്മയെന്ന് പറയാം, പണ്ടത്തെ ആൽബം ക്യാമറയാ. കട്ടയാ അത് മേലത്തത് പച്ചുണ്ടാക്കിയ കസ്റ്റർഡാ. മധുരം കുറവ്. മുറിച്ചിട്ട് വെച്ച് ഞാനാ ഫ്രൂട്ട്സും കൂടി അല്ലുണ്ട്. എന്റെ നേതൃത്വം ആയതുകൊള്ളാം. കറക്റ്റായില്ലേ? ഇനി വിനീഗർ ഇട്ട് വെക്കണോ? ഇനി വേണ്ട, ഞാൻ ഇട്ടെന്ന് പറയൂ. ഇനി ഞാൻ ഇട്ടെന്ന് പറയൂ. ഓൾറെഡി ഞാൻ ഇന്ന് ഇട്ടത് എല്ലാത്തിനും കൂടി. എന്തിനാപ്പോ? നല്ല ഗ്ലിപ്പ്. അത് ഓമുണ്ട്. പാത്തുന്റെ പെണ്ണ് കാണൽ അത് കുഴപ്പമില്ല. അതിലിട്ടു ഇനി എവിടെ വെക്കണ്ട പ്ലേറ്റ്? എവിടെ സ്റ്റൂൾ ഇടുന്നത്? ഇതെവിടെയാ? ലൈറ്റ് ഫുഡ് ടേബിളിൽ. ലൈറ്റ് ഫുഡാ ടേബിളിൽ. അയ്യോ, എന്നെയാണോ വിളിക്കുന്നത്? ഇതിങ്ങനെ അലിഞ്ഞ് ചേരൂലേ? അയ്യോ, അപ്പൊ വീണ്ടും മധുരം കൂടൂലേ? സ്കൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇല്ലാത്തൊരു ഐസ്ക്രീം അടി. മുറുന്ന് കഴിക്കുക. ഉമ്മ മൊത്തം കസ്റ്റേർഡ് കള്ളി ഇവിടെ ഇരുന്ന് കസ്റ്റേർഡ് കഴിക്കുന്ന നോക്കിക്കോണേ. ഹലോ, ദീർഘശ്വാസം വിടട്ടെ. ലാസ്റ്റിലോട്ട് എടുത്ത ക്ലിപ്സിൽ ആകെ പാടൊരു ഓട്ടവും ബഹളമായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും വൃത്തിയിൽ ആഡ് ചെയ്യാനോ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ആളിൻ്റെ തിരക്ക് കൂടി. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ വൻ തിരക്കായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് ഓടാനൊന്നും കഴിയില്ല. കാരണം ഇത്ര അധികം മെനു ഉണ്ടാവുമ്പോൾ
ഇത്ര അധികം മെനുവാ, ഞാൻ പറഞ്ഞുതരാം അവിടെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, കടികളായിട്ട് നമുക്ക് ഉന്നക്കായി, ക്യാരറ്റ് പോള, ബ്രെഡ് ഷവർമ ആൻഡ് ചില്ലി ചിക്കൻ പോള, 4 കടി. കബ്സ, ഒറോട്ടി, പത്തൽ, പത്തിരി, നൂൽപുട്ട് ബിരിയാണി, ഊത്തപ്പം, ചെമ്മീൻ കറി, അതുകൂടാണ്ട് ചിക്കൻ ഫ്രൈ, മട്ടൻ കുറുമ, കാട ഫ്രൈ, അയക്കൂറ ഫ്രൈ ഉണ്ടേനോ ഓർക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം ഫുള്ള്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഫുൾ സ്ട്രെച്ചിലാണ് നിന്നത്, അല്ലെങ്കിൽ ഞാനിടയ്ക്ക് സ്കൂട്ടാവില്ല പതിവ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എല്ലാം കവർ ചെയ്യണമല്ലോ. അപ്പോൾ ഒരാൾ ഒരു സാധനം ഉണ്ടാക്കും, ഒരാൾ വേറെ സാധനം ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരുടെയും പോയി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തന്നെ ഫുൾ ടൈം നിന്നത്. അപ്പം അല്ലെങ്കിൽ ഉമ്മ തന്നെയാണ്, ഉമ്മ സൂപ്പർ ഫാസ്റ്റാണ്, ഓടി നടന്നെല്ലാം ചെയ്യും. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇവർ അടുത്തൊക്കെ റിലേറ്റീവ്സാണ്. അപ്പോൾ എങ്കിലും നമ്മളിപ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ പോലും നമ്മൾ തളരുമല്ലോ, ഒരെണ്ണം ഉണ്ടാക്കിയാൽ പോലും. അപ്പോൾ ഇമാജിൻ ഇത്ര ഉണ്ടാക്കുന്നത്. തൊണ്ട ഒന്ന് വേഗം ശരിയാവട്ടെ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് എനിക്ക് അധികം വ്ളോഗ്സൊന്നും ഈ മാസം എടുക്കാൻ പറ്റില്ല, കാരണം വോക്കൽ റെസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഇന്ന് ഇങ്ങനെ ഒരു വിശേഷം എന്തെങ്കിലും വ്ളോഗിൽ കാണിക്കുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്താണ്. എൻ്റെ പത്തിരി സക്സസ്സായി, അരിപ്പത്തിരി സക്സസ്സായി, കുഴപ്പമില്ലായിരുന്നു. തീർന്നു, അത് സംഭവം തീർന്നു. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് പഠിക്കുന്നത്. എല്ലാവരും നല്ല വ്ളോഗ് കാണാത്തതുകൊണ്ട് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്, ഓൾറെഡി ഉള്ള വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നുണ്ട്, എവിടെയാണ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഏപ്രിൽ മുതൽ ഞാൻ ഈ പ്രോഗ്രാംസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ മന്ത് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്ത് പറ്റിയാലും ഞാൻ ഇവൻറ്റ്സ് ക്യാൻസൽ ചെയ്യുന്നതും അല്ല, ഞാൻ ചാവാൻ കിടന്നിട്ട്, ഈവൻ ഞാൻ ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും ഞാൻ കോഴിക്കോട് പരിപാടിക്ക് എണീറ്റ് പോയ ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ നോക്കാണ്ടിരുന്ന് എൻ്റെ സൗണ്ട്, എനിക്ക് ലോങ് ലൈഫിലേക്ക് സൗണ്ട് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യുന്നതാണ്. ഇനി ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര വിഷമമുണ്ട് റെഡി ആവാത്തതുകൊണ്ട്. സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, വീണ്ടും പറയണം. പക്ഷേ പാട്ട് പാടാൻ റെഡി ആയിട്ടില്ല. പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ചുമ വരികയാണ്. അപ്പോൾ ഉള്ളൂ എൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സ് ആൻഡ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അണ്ടിൽ ദെൻ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ലവ് യു.